കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്കിന്ന് കൃഷ്ണൻ്റെ 8 ധർമ്മപത്നിമാരെക്കുറിച്ചും നരകാസുരവധത്തെക്കുറിച്ചുമൊക്കെ കേൾക്കാം. ഒരു ദിവസം കൃഷ്ണൻ അർജുനനോടൊപ്പം കാട്ടിൽ നായാട്ടിന് പോയി. നായാട്ടിൻ്റെ ഹരത്തിൽ അവർക്ക് വിശപ്പോ ദാഹമോ ഒന്നും അറിഞ്ഞില്ല. അങ്ങനെ സമയം കുറേ കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇനി നിർത്താം അർജുന. അതെ മതിയാക്കാം, നേരം വൈകി, നമുക്ക് മടങ്ങാം. അർജുനൻ സമ്മതിച്ചു. അവർ നായാട്ട് നിർത്തി തൊട്ടടുത്ത പുഴയുടെ തീരത്തേക്ക് നടന്നു. പുഴയിൽ നിന്ന് കൈയും കാലും മുഖവും ഒക്കെ കഴുകി അല്പം വെള്ളവും കുടിച്ച് യാത്രയാവാമെന്നാണ് അവർ കരുതിയത്. അർജുനനും കൃഷ്ണനും പുഴയുടെ തീരത്തെത്തിയപ്പോൾ അല്പം അകലെയായി ഒരു സുന്ദരിയായ യുവതി തെല്ല് നാണത്തോടെ നിൽക്കുന്നത് കണ്ടു. വിജനമായ സ്ഥലത്ത് ഒറ്റയ്ക്കൊരു യുവതിയോ? അവർക്ക് ആ യുവതി ആരാണെന്നറിയാൻ ആകാംക്ഷയേറി. അർജുനൻ അവളുടെ അടുത്തെത്തി കാര്യമന്വേഷിച്ചു. ജനവാസമില്ലാതെ ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവതി ആരാണെന്നറിഞ്ഞാൽ കൊള്ളാം. ഭവതി എന്തിനാണ് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? അത് കേട്ടിട്ട് യുവതി പറഞ്ഞു, എൻ്റെ പേര് കാളിന്തി എന്നാണ്. സൂര്യദേവനാണ് എൻ്റെ പിതാവ്. സാക്ഷാൽ കൃഷ്ണദേവനെ ഭർത്താവായി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിക്കാനായി ഇവിടെ തപസ് അനുഷ്ഠിക്കുകയാണ് ഞാൻ. ആഗ്രഹം സഫലമാകും വരെ തപസ് തുടരുക തന്നെ ചെയ്യും. യുവതിയുടെ വാക്കുകളിൽ ഒരു ദൃഢനിശ്ചയം പ്രകടമായിരുന്നു. അർജുനൻ കൃഷ്ണനോട് യുവതിയെക്കുറിച്ചും അവളുടെ തപസ്സിനെക്കുറിച്ചും പറഞ്ഞു. അത് കേട്ടിട്ട് ഭഗവാൻ ചോദിച്ചു, എന്ത്, എന്നെ ഭർത്താവായി കിട്ടാൻ വേണ്ടി സൂര്യപുത്രി തപസ് ചെയ്യുന്നുവെന്നോ? കൃഷ്ണൻ കാളിന്തിയുടെ അടുത്തെത്തി അവളെ തേരിലേറ്റി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് തിരിച്ചു. കുറച്ചു കാലം അവിടെ കഴിഞ്ഞ ശേഷം ദ്വാരകയിലേക്ക് മടങ്ങി. ദ്വാരകയിലെത്തിയ ശേഷം കൃഷ്ണൻ കാളിന്തിയെ വിവാഹം ചെയ്തു. വസുദേവന്റെ സഹോദരിയായിരുന്നു രാജാതിദേവി. അവന്തി രാജാവാണ് രാജാതിദേവി വിവാഹം ചെയ്തത്. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. വിന്ദൻ, അരവിന്ദൻ എന്നിങ്ങനെയായിരുന്നു ആൺകുട്ടികളുടെ പേര്. മിത്രവിന്ദ എന്നായിരുന്നു മകളുടെ പേര്. മിത്രവിന്ദ ആവട്ടെ കൃഷ്ണനെ മനസ്സിൽ ആരാധിച്ച് കഴിയുകയായിരുന്നു. കല്യാണ പ്രായമെത്തിയപ്പോൾ കൃഷ്ണൻ മിത്രവിന്ദയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അവളെ വിധിപ്രകാരം വിവാഹം ചെയ്തു. അടുത്ത് കോസലത്തിലെ നഗ്നജിത്ത് രാജാവിൻ്റെ മകൾ സത്യയെയും കൃഷ്ണൻ വിവാഹം ചെയ്തു. സത്യയും കൃഷ്ണനെ മനസ്സാ വരിച്ചു കഴിയുകയായിരുന്നു. എങ്കിലും ഒരു മത്സരത്തിലൂടെ മാത്രമേ കൃഷ്ണന് സത്യയെ സ്വന്തമാക്കാനായുള്ളൂ. സത്യയെ നല്ല മെയ്വഴക്കുള്ള ഒരുവനെ വിവാഹം ചെയ്തു കൊടുക്കണമെന്നായിരുന്നു നഗ്നജിത്ത് രാജാവിൻ്റെ ആഗ്രഹം. അതിനായി ഒരു മത്സരം പ്രഖ്യാപിച്ചു. 7 കൂറ്റൻ കാളകളെ ഒരേ സമയം പിടിച്ചുകെട്ടുന്നവർക്ക് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് രാജാവ് വിളംബരം ചെയ്തു. അതേ തുടർന്ന് സത്യയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന പല രാജകുമാരന്മാരും മത്സരത്തിനെത്തി. പക്ഷേ ആർക്കും കാളകളെ പിടിച്ചുകെട്ടാനായില്ല. മതിച്ചു നിന്നിരുന്ന കാളകളെ കണ്ടപ്പോൾ തന്നെ പലരും ജീവനും കൊണ്ട് പിന്മാറി. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് സുഭദ്രയുമായി അർജുനൻ ദ്വാരകയിലേക്ക് വരുമ്പോൾ സത്യയുടെ സ്വയംവരത്തെക്കുറിച്ച് കേൾക്കാനിടയായി. ദ്വാരകയിലെത്തിയ അർജുനൻ കൃഷ്ണനോട് തമാശ നോണം ചോദിച്ചു, എന്താ, സത്യയുടെ സ്വയംവരത്തെക്കുറിച്ച് കേട്ടില്ലേ? ഒരു കൈ നോക്കണോ? 7 കാളക്കൂറ്റന്മാരെ ഒരേ സമയത്ത് പിടിച്ചുകെട്ടിയാൽ സത്യയെ കെട്ടാം. എന്താ, പോകുന്നോ? ഏയ് വേണ്ട, കൃഷ്ണൻ പറഞ്ഞു. രാജാക്കന്മാർ പലരും കോസലത്തിലെത്തിയിട്ടുണ്ട്. ആൾക്കാർ കൂട്ടം കൂട്ടമായി അവിടേക്ക് നീങ്ങുകയാണ്. മത്സരത്തിൽ പങ്കെടുത്ത രാജാക്കന്മാർ പലരും ഇതിനകം തന്നെ തോറ്റു. നമുക്കൊന്ന് പോയാലെന്താ? കാണാമല്ലോ കാളപ്പോര്. അർജുനൻ കൃഷ്ണനെ പ്രോത്സാഹിപ്പിച്ചു. ഒടുവിൽ അവരും കോസലത്തിലേക്ക് തിരിച്ചു. കോസലത്തിലാകെ ബഹളമാണ്. വിവാഹ മത്സരത്തിനെത്തി പരിക്കേറ്റ് പിൻവാങ്ങിയവരും അല്ലാത്തവരുമായി ഒട്ടേറെ പേർ. മത്സരം കാണാൻ വേണ്ടി മാത്രം എത്തിയിട്ടുള്ളവരും ഒട്ടനേകം. പക്ഷേ മത്സരത്തിൽ ആർക്കും ജയിക്കാനാവില്ലെന്നാണ് കേൾവി. ഇത്ര വലിയ കാളക്കുറ്റന്മാരെ എങ്ങനെയാണ് പിടിച്ചുകെട്ടുക? അതും 7 എണ്ണത്തിനെ ഒന്നിച്ച്. ഇങ്ങനെയെങ്കിൽ സത്യയുടെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. മത്സരം കാണാനെത്തിയവർ ഇങ്ങനെ ഓരോ അഭിപ്രായം പ്രകടിപ്പിച്ചു. അർജുനനും കൃഷ്ണനും കോസലത്തിലെത്തിയതറിഞ്ഞ് മഹാരാജാവ് ഓടിയെത്തി. രാജോചിതമായി സ്വീകരിച്ചു. കൃഷ്ണൻ എത്തിയിട്ടുള്ള കാര്യം സ്വയംവര കന്യകയായ സത്യയും അറിഞ്ഞു. അവൾ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചു, കൃഷ്ണനെ ഭർത്താവായി കിട്ടാൻ. മഹാരാജാവ് കൃഷ്ണനോട് കുശലാന്വേഷണങ്ങൾ നടത്തവേ അർജുനൻ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ ഇപ്പോൾ വന്നത്
സത്യയുടെ സ്വയംവര മത്സരം കാണാൻ വേണ്ടി മാത്രമല്ല, മത്സരത്തിൽ പങ്കെടുക്കാനും കൂടിയാണ്. ആണോ? വളരെ സന്തോഷം, മഹാരാജാവ് ഉത്സാഹപൂർവ്വം പറഞ്ഞു. മത്സരത്തിൽ ആരും ഇതുവരെയും ജയിക്കാതായപ്പോൾ മഹാരാജാവ് വളരെ നിരാശനായി. കൃഷ്ണൻ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാതിരിക്കില്ലെന്ന് മഹാരാജാവിന് ഉറപ്പുണ്ട്. അദ്ദേഹം ഇവിടെ വന്നെത്തിയതും വിവാഹ മത്സരത്തിൽ പങ്കെടുക്കുന്നതും തൻ്റെ മുജ്ജന്മ സുഹൃതം കൊണ്ടാവണമെന്ന് നഗ്നജിത്ത് കരുതി. മഹാരാജാവ് മത്സര സ്ഥലത്തേക്ക് കൃഷ്ണനെ ആനയിച്ചു. അതിവിശാലമായ ഒരു കളിസ്ഥലം. മത്സരം കാണാനായി എത്തിയ ജനസഹസ്രങ്ങൾ. കളിസ്ഥലത്തിന്റെ നടുവിൽ വലിയ ഇരുമ്പഴി കൊണ്ട് തീർത്ത മത്സരക്കളത്തിലേക്ക് കാളകളെ ഒന്നൊന്നായി ഇറക്കിവിട്ടു. മതം കൊണ്ട് പുളയുന്ന കാളക്കൂറ്റന്മാർ ഒന്നല്ല 7 എണ്ണം. ഇക്കുറി കൃഷ്ണനാണ് കാളകളെ പിടിച്ചു കെട്ടാൻ ഒരുമ്പെടുന്നതെന്ന് അറിഞ്ഞ കോസലവാസികൾ അത്യാവേശത്തോടെ ആ മത്സരം കാണാനെത്തി. എങ്ങും ജനങ്ങളുടെ ആരവം. മത്സരക്കളത്തിൽ മുക്രയിട്ട് ചുരമാന്തി മതിച്ചു നിൽക്കുന്ന കാളകൾ. കൃഷ്ണൻ അർജുനനെ ഒന്ന് നോക്കി. അർജുനൻ പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് ഒട്ടും താമസിച്ചില്ല. കയ്യിൽ ഒരു കയറുമായി കൃഷ്ണൻ മത്സരക്കളത്തിലേക്ക്, കാളക്കൂറ്റന്മാരുടെ നടുവിലേക്ക് ഒരു കുതിപ്പ്. ഇത് കണ്ട് ജനങ്ങൾ വീർപ്പുമുട്ടി. തങ്ങളുടെ മുന്നിൽ വീണുകിടക്കുന്ന മനുഷ്യനെ കണ്ടിട്ട് കലിയും മതവും ഇളകിയ കാളകൾ കൊമ്പുകുലുക്കി വാലുയർത്തി കുതിച്ചെത്തി. കൃഷ്ണൻ ചെറിയൊരു ചിരിയോടെ കയ്യിലെ കയർ വീശി. അത്ഭുതം! കാളക്കൂറ്റന്മാർ 7 എണ്ണവും ഒരൊറ്റ കയറിൽ നിമിഷങ്ങൾക്കുള്ളിൽ ബന്ധനത്തിലായി. എങ്ങും ജയാരവം. കൃഷ്ണന് സ്തുതി മുഴങ്ങി. ഓരോ കാളയെയും ഓരോ കൃഷ്ണന്മാർ ഒരേ സമയം പിടിച്ചു കെട്ടുന്നതായിട്ടാണ് കാണികൾക്ക് തോന്നിയത്. നഗ്നജിത്തിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. സത്യയും വാർത്തയറിഞ്ഞു. അവൾ കൃഷ്ണനെ എന്നേ മനസ്സിൽ വരിച്ചു കഴിഞ്ഞതാണ്. അർജുനൻ ഓടിയെത്തി കൃഷ്ണനെ പുണർന്നു. നഗ്നജിത്ത് കൃഷ്ണനെ കല്യാണ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. എങ്ങും ജയഘോഷങ്ങൾ. മംഗളവാദ്യങ്ങളും സംഗീതമേളങ്ങളും അരങ്ങു തകർത്തു. അച്ഛനോടൊപ്പം വരണമാലയുമേന്തി വന്ന സത്യാദേവി കൃഷ്ണനെ പരിണയിച്ചു. സന്തോഷവാനായി തീർന്ന നഗ്നജിത്ത് രാജാവ് കൃഷ്ണന് ഒട്ടുവളരെ സമ്മാനങ്ങൾ നൽകി. 10,000 പശുക്കളെയും കുതിരകളെയും ആനകളെയും രാജാവ് നൽകി. ധാരാളം ധനവും മകൾക്കു വേണ്ടി രാജാവ് സമ്മാനിച്ചു. കുറച്ചു കാലം കോസലത്തിൽ താമസിച്ചതിനു ശേഷം കൃഷ്ണൻ സത്യയും കൊണ്ട് ദ്വാരകയിലേക്ക് തിരിച്ചു. മടക്കയാത്രയിൽ കൃഷ്ണന് ചില ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. കാളക്കൂറ്റന്മാരോട് തോൽക്കുകയും അതുമൂലം സത്യയെ നഷ്ടമാവുകയും ചെയ്ത രാജാക്കന്മാർ വഴിക്ക് വെച്ച് കൃഷ്ണനെ പതിയിരുന്ന് ആക്രമിച്ചു. കൃഷ്ണനെ അപായപ്പെടുത്തി സത്യയെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നു അവർ ലക്ഷ്യമിട്ടത്. പക്ഷേ കൃഷ്ണനെ നേരിട്ട അവർക്ക് കാലപുരിക്ക് പോകേണ്ടി വന്നു. കൃഷ്ണൻ സത്യയുമായി സസുഖം ദ്വാരകയിലെത്തുകയും ചെയ്തു. ദ്വാരകാവാസികൾ ആഘോഷപൂർവ്വം കൃഷ്ണനെയും സത്യയും സ്വീകരിച്ചു. വസുദേവന്റെ മറ്റൊരു സഹോദരിയായിരുന്നു ശ്രുതകീർത്തി. അവരുടെ മകൾ ഭദ്രയും കൃഷ്ണനെ ആരാധിച്ചിരുന്നു. കാലക്രമത്തിൽ അവളെയും കൃഷ്ണൻ വെടികഴിച്ചു. 8ാമതായി മദ്രരാജാവിന്റെ മകളായ ലക്ഷണയെയാണ് കൃഷ്ണൻ വിവാഹം ചെയ്തത്. അങ്ങനെ തൻ്റെ 8 ധർമ്മപത്നിമാരോടൊപ്പം കൃഷ്ണൻ സസുഖം ദ്വാരകയിൽ വാണു. ഈ 8 പത്നിമാരെയും കൃഷ്ണൻ ഗാഢമായി സ്നേഹിക്കുകയും അവരോട് ഒരുപോലെ പെരുമാറുകയും ചെയ്തിരുന്നുവെങ്കിലും രുക്മിണിയോട് ഒരു പ്രത്യേകത കൂടുതലുള്ളതുപോലെ എല്ലാവർക്കും തോന്നി. ഇനി നരകാസുരവധം കേൾക്കാം. പണ്ട് കൃതയുഗത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ പാതാളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് വിഷ്ണു ഭഗവാൻ വരാഹമൂർത്തിയായി അവതരിച്ച് ഭൂമിദേവിയെ തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടു പോന്നത്. ആ സന്ദർഭത്തിൽ ഭൂമിദേവിയിൽ വിഷ്ണു ഭഗവാന് ഒരു പുത്രൻ ജനിച്ചു. കുഞ്ഞിനെ എന്തു ചെയ്യണമെന്നറിയാതെ ഭൂമിദേവി വല്ലാതെ പരിഭ്രമിച്ചു. അവർ വിഷ്ണുദേവനെ സമീപിച്ചു. വിഷ്ണുദേവൻ ദേവിയെ ഉപദേശിച്ചു. ഇതിൽ ഭയക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല. അവൻ എൻ്റെയും മകനാണല്ലോ. അവൻ വളർന്നു വലുതായി അസുര രാജാവായി തീരും. അജയ്യനും ശക്തനുമായിരിക്കും അവൻ. അവൻ വളരെ കാലം ഭൂമി ഭരിക്കുകയും ചെയ്യും. വിഷ്ണുദേവന്റെ ആശ്വാസവാക്കുകൾ കേട്ടിട്ടും ഭൂമിദേവിക്ക് എന്തോ ഒരു പരിഭ്രമം. ഭൂമിദേവി വീണ്ടും ചോദിച്ചു, ഭഗവാനെ, നമ്മുടെ കുട്ടി എന്തുകൊണ്ടാണ് അസുരനായി ജനിക്കേണ്ടി വന്നത്? അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ദേവി, നിങ്ങൾ ഹിരണ്യാക്ഷൻ എന്ന അസുരന്റെ സ്പർശമേറ്റ് അശുദ്ധയും ആകുലയുമായതിനാലാണ് ആ കുട്ടി അസുരനായി തീർന്നത്. അത് കേട്ട് ഭൂമിദേവിക്ക് ദുഃഖം അടക്കാനായില്ല. ദേവി വിഷ്ണുദേവന്റെ മുമ്പിൽ നിന്നും മടങ്ങി. വിഷ്ണുദേവന്റെയും ഭൂമിദേവിയുടെയും പുത്രനായി ജനിച്ച ആ കുട്ടിയാണ് പിൽക്കാലത്ത് നരകാസുരൻ എന്ന പേരിൽ പ്രസിദ്ധനായത്. കൃതയുഗത്തിലാണ് നരകാസുരൻ ജനിച്ചതെങ്കിലും ത്രേതായുഗവും കഴിഞ്ഞ്
ദ്വാപരയുഗത്തിലാണ് അയാളുടെ പരാക്രമങ്ങൾ ഏറ്റവും അധികം വർദ്ധിച്ചത്. വലിയൊരു സൈന്യത്തെ സജ്ജമാക്കിയിരുന്ന നരകാസുരൻ സകല രാജാക്കന്മാരെയും ആക്രമിച്ച് കീഴടക്കി. സുന്ദരിമാരായ യുവതികളെ ബലാത്കാരമായി തന്റെ കൊട്ടാരത്തിൽ പാർപ്പിച്ചു. നാട്ടിലെങ്ങും ഭീതിയും അരക്ഷിതത്വവും നടമാടി. എന്തിന് ദേവമാതാവായ അതിഥി പോലും നരകാസുരന്റെ ആക്രമണത്തിന് വിധേയയായി. അതിഥിയുടെ ആഭരണങ്ങൾ തട്ടിപ്പറിക്കുകയും അവരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു. ആരെയും ഭയമില്ലാതെ നരകാസുരൻ തന്റെ അക്രമ പരമ്പരകൾ തുടർന്നു. അച്ഛൻ വിഷ്ണുദേവൻ നരകാസുരനെ നാരായണാസ്ത്ര മന്ത്രം ഉപദേശിച്ചിട്ടുള്ളതുകൊണ്ടാണ് അവനെ ആർക്കും തോൽപ്പിക്കാനാകാത്തത്. ഭൂമിയിലെ ആക്രമണങ്ങൾക്ക് ശേഷം ദേവലോകം ആക്രമിക്കാനുള്ള പുറപ്പാടിലായി നരകാസുരൻ. ദുഷ്ടനും നീചനും ചതിയനുമായ മുരൻ എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ വമ്പിച്ച സൈന്യസന്നാഹത്തോടെ നരകാസുരൻ ദേവലോകം ആക്രമിച്ചു. ഇന്ദ്രനും നരകാസുരനും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഇന്ദ്രൻ തോറ്റു. നരകാസുരൻ ഇന്ദ്രന്റെ സിംഹാസനം മറിച്ചിട്ടു. ഇന്ദ്രന്റെ വെൺകൊറ്റക്കുടയും മറ്റും എടുത്തുകൊണ്ടുപോയി. ദേവന്മാർക്ക് നരകാസുരന്റെ ശല്യം സഹിക്ക വയ്യാതായി. ഇന്ദ്രനും മറ്റു ദേവന്മാരും കൂടിയാലോചിച്ചു. നരകാസുരനെ നിലയ്ക്ക് നിർത്താൻ കൃഷ്ണദേവന് മാത്രമേ സാധിക്കൂ എന്ന് അവർ മനസ്സിലാക്കി. തുടർന്ന് ഒട്ടും വൈകാതെ ഇന്ദ്രൻ ദ്വാരകയിലേക്ക് യാത്രയായി. ദ്വാരകയിൽ കൃഷ്ണദേവനെ കണ്ട് ഇന്ദ്രൻ സങ്കടമുണർത്തിച്ചു. നരകാസുരനെ എങ്ങനെയെങ്കിലും ഒന്ന് നിയന്ത്രിക്കണം. ഭൂമിയിലെ പരാക്രമങ്ങൾക്ക് ശേഷം ഇപ്പോൾ ദേവലോകത്തും എത്തിയിരിക്കുകയാണ് അവൻ. അങ്ങ് ഒരു പോംവഴി കണ്ടെത്തണം. ഇന്ദ്രന്റെ സങ്കടം കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ടതില്ല. നരകാസുരനെ ഞാൻ കാണുന്നുണ്ട്. അങ്ങ് ഇപ്പോൾ സമാധാനത്തോടെ മടങ്ങിപ്പോയാലും. കൃഷ്ണന്റെ സാന്ത്വന വാക്കുകൾ കേട്ട് ദേവേന്ദ്രൻ മടങ്ങി. പ്രാഗ്ജ്യോതിഷം എന്ന സ്ഥലത്താണ് നരകാസുരൻ താമസിച്ചിരുന്നത്. വലിയ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടതായിരുന്നു പ്രാഗ്ജ്യോതിഷപുരം. അതിനുള്ളിൽ വലിയ കോട്ടമതിലുകളോട് കൂടിയതാണ് നരകാസുരന്റെ കൊട്ടാരം. കൃഷ്ണൻ ഗരുഡവാഹനത്തെ വരുത്തി അതിലേറി നരകാസുരനെ തേടി യാത്രയാവാൻ ഒരുങ്ങി. അപ്പോഴേക്കും സത്യഭാമ ഓടിയെത്തി. എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൃഷ്ണന്റെ കൈക്കു പിടിച്ചു. നരകാസുരനെ അന്വേഷിച്ചാണ് യാത്രയെന്നറിഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു, ഞാനും കൂടെ വരുന്നു, അങ്ങ് ഒറ്റയ്ക്ക് പോകണ്ട. ഒടുവിൽ കൃഷ്ണനും സത്യഭാമയും ഒന്നിച്ചാണ് ഗരുഡവാഹനത്തിൽ യാത്രയായത്. ഗരുഡൻ പ്രാഗ്ജ്യോതിഷപുരം ലക്ഷ്യമാക്കിയാണ് പറന്നത്. പർവ്വതനിരകൾ കൊണ്ട് ചുറ്റപ്പെട്ട പ്രാഗ്ജ്യോതിഷപുരം കണ്ടെത്താൻ വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. നരകാസുരന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെ? ചുറ്റും ആഴമേറിയ വെള്ളം നിറഞ്ഞ വലിയ കയം. അതിനടുത്തായി ചുറ്റും സദാ ആളിക്കത്തുന്ന തീ. അതിനടുത്ത് വാൾത്തല കൊണ്ട് ഉയർത്തിക്കെട്ടിയ മതിൽ. ഉന്നതങ്ങളായ ഗോപുരങ്ങളിൽ കാവൽഭടന്മാർ സദാ ജാഗരൂകരായി നിൽക്കുന്നു. കൃഷ്ണൻ ഗരുഡവാഹനത്തിലിരുന്ന് ആകെ ഒന്ന് വീക്ഷിച്ചു. നരകാസുരന്റെ സുരക്ഷാ സംവിധാനങ്ങൾ കണ്ട് കൃഷ്ണന് പോലും അതിശയം തോന്നി. മുരൻ എന്ന 5 തലുള്ള അസുരനാണ് നരകാസുരന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്ന് കൃഷ്ണൻ അറിയാം. ഗരുഡനോട് താഴ്ന്നിറങ്ങാൻ കൃഷ്ണൻ നിർദ്ദേശിച്ചു. ഗരുഡൻ വായുവേഗത്തിൽ താഴെയെത്തി. കൃഷ്ണൻ പ്രാഗ്ജ്യോതിഷപുരി തച്ചു തകർക്കാൻ തുടങ്ങി. ആദ്യം ഗത കൊണ്ട് മലനിരകൾ തകർത്തിട്ട് ചുറ്റും വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന ആഴമേറിയ കയത്തിനു നേരെ ആഗ്നേയാസ്ത്രം തൊടുത്തു. അതോടെ അതിലെ വെള്ളം വറ്റി. ആളിക്കത്തിയിരുന്ന തീക്ക് നേരെ വരുണാസ്ത്രം എയ്തു. ഉടനെ തീയും കെട്ടു. ഗരുഡനെയും കൃഷ്ണനെയും ആക്രമിച്ചോടിക്കാനായി ചുഴലിക്കാറ്റ് വീശിയെത്തി. പക്ഷേ ഗരുഡന്റെ ചിറകടിയേറ്റ് ചുഴലിക്കാറ്റിന് പിൻവാങ്ങേണ്ടി വന്നു. കൊട്ടാരത്തിനുള്ളിൽ കടക്കുന്നതെങ്ങനെ? ചുറ്റും വാൾത്തല കൊണ്ട് ഉയർത്തിക്കെട്ടിയ മതിലുകൾക്കപ്പുറം ചെന്നെത്തുക അസാധ്യം. കൃഷ്ണൻ തെല്ലിട അവിടെ നിന്നു. അല്പം അകലെയുള്ള ഒരു ഗോപുരവാതിൽക്കൽ ഒരസുരൻ കിടന്നുറങ്ങുന്നത് കണ്ടിട്ട് ഗരുഡൻ അങ്ങോട്ട് പറന്നു. അവനെ കൊത്തിക്കീറാൻ വെമ്പിയപ്പോൾ കൃഷ്ണൻ ഗരുഡനെ വിലക്കി. നരകാസുരന്റെ പ്രധാന പോരാളിയും കാവൽഭടനുമായ മുരനാണ് കിടന്നുറങ്ങുന്നതെന്ന് കൃഷ്ണന് മനസ്സിലായി. രാജ്യത്തെ ചുറ്റിനിന്നിരുന്ന വൻമലകൾ തകർക്കപ്പെട്ടിട്ടും കൊട്ടാരത്തെ ചുറ്റിക്കിടന്നിരുന്ന കയങ്ങൾ വറ്റിവരണ്ടിട്ടും ആളിക്കത്തിയിരുന്ന തീ കെട്ടിട്ടും ഉണരാതെ കിടന്നുറങ്ങുന്ന കാവൽഭടൻ. ഉറങ്ങിക്കിടക്കുന്ന മുരനെ നോക്കി കൃഷ്ണൻ പുഞ്ചിരിച്ചു. എന്നിട്ട് കൃഷ്ണൻ തന്റെ പാഞ്ചജന്യമെടുത്ത് ഉച്ചത്തിൽ ദിക്കെട്ടും ഞെട്ടും വിധം മുഴക്കി. അത് കേട്ട് മുരൻ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. മുന്നിൽ ഭീമാകാരനായ പക്ഷി ഗരുഡൻ, പിന്നെ കൃഷ്ണനും ഒരു പെണ്ണും. മുരന് തീരെ പിടിച്ചില്ല. ഈ കോട്ടകളൊക്കെ കടന്ന് കൊട്ടാരത്തെ ചുറ്റിക്കിടക്കുന്ന ആഴമേറിയ കയങ്ങളും അഗ്നിവാതിലുകളും കടന്ന് ഇവർ എങ്ങനെ ഇവിടെ എത്തി? മുരന് കലികയറി.
പിന്നീട് ഒട്ടും വൈകിയില്ല. മുരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ത്രിശൂലം ഗരുഡന് നേരെ ഊക്കിൽ വലിച്ചെറിഞ്ഞു. ചീറി വന്ന ശൂലത്തിനു മുകളിൽ കൂടി ഗരുഡൻ മുരൻ്റെ നേർക്ക് പറന്നെത്തി. അവൻ്റെ 5 തലകളിൽ 4 ഗരുഡൻ ചിഹ്നം ഭിന്നം കൊത്തിവലിച്ച് നിലത്തിട്ടു. ശേഷിച്ച തലയും കൈകാലുകളും കൃഷ്ണന്റെ അമ്പുകളേറ്റ് തറയിൽ വീണു. മുരൻ മരിച്ചതോടെ അകത്തേക്ക് കടക്കാമെന്ന് കൃഷ്ണൻ കരുതിയതാണ്. പക്ഷേ അപ്പോഴേക്കും മുരനെപ്പോലെ മറ്റ് 7 പേർ ആയുധങ്ങളുമായി ഓടിയെടുക്കുന്നതാണ് കണ്ടത്. സത്യഭാമയ്ക്ക് പേടി തോന്നിയെങ്കിലും കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ അവർ ധൈര്യം വെടിഞ്ഞില്ല. ഗരുഡൻ പറന്നുയർന്ന് ഗോപുരങ്ങൾ തകർത്തിട്ടു. അപ്പോഴേക്കും ആ 7 പേർ കൃഷ്ണന്റെ അടുത്തെത്തിയിരുന്നു. മുരന്റെ 7 മക്കളായ താമ്രൻ, അന്തരീക്ഷൻ, ശ്രവണൻ, വിഭാവസു, വസു, നഭസ്വാൻ, അരുണൻ എന്നിവരായിരുന്നു അവർ. ആദ്യമൊക്കെ അവരോട് കൃഷ്ണൻ അല്പം ദയ കാട്ടി. എന്നിട്ടും അവർ പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ശക്തിയായി നേരിട്ടു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ അവരെ 7 പേരെയും കൃഷ്ണൻ തൻ്റെ അമ്പിനിരയാക്കി. മതിൽക്കെട്ടുകളും ഗോപുര കവാടങ്ങളും ഗരുഡന്റെ ചിറകടിയേറ്റ് നിലം പരിശായി. അതോടെ അവർക്ക് കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാൻ വൈഷമ്യം ഏതുമുണ്ടായില്ല. അത്രയുമായപ്പോൾ നരകാസുരന് തന്നെ പോരിനിറങ്ങേണ്ടി വന്നു. ദേവലോകത്തു പോയി ഇന്ദ്രനെ പോലും കിടുകിട വിറപ്പിച്ച നരകാസുരനെ എതിർക്കാൻ ഒരു പക്ഷിയുടെയും പെണ്ണിൻ്റെയും മാത്രം സഹായത്തോടെ എത്തിയിട്ടുള്ളവൻ ആരാണ്? എതിരാളി ആരാണെന്ന് നരകാസുരന് മനസ്സിലായില്ല. നരകാസുരൻ തൻ്റെ മായാവിദ്യകൾ ഓരോന്നായി കൃഷ്ണന് നേരെ പ്രയോഗിച്ചു. ഒന്നും ഫലിച്ചില്ല. അതോടെ തൻ്റെ ശത്രു നിസാരനല്ലെന്ന് നരകാസുരന് ബോധ്യമായി. കൃഷ്ണന് നേരെ പെട്ടെന്ന് അവൻ വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചു. വൈഷ്ണവാസ്ത്രത്തിൻ്റെ ശക്തിയാൽ കൃഷ്ണൻ മോഹാലസ്യപ്പെട്ടു. കൃഷ്ണൻ ബോധമറ്റ് വീണതോടെ നരകാസുരൻ വർദ്ധിച്ച വീര്യത്തോടെ ആക്രമണം തുടർന്നു. ഇത് കണ്ട് സത്യഭാമ മുന്നോട്ട് വന്ന് കൃഷ്ണന്റെ അമ്പും വില്ലും കൈക്കലാക്കി. എന്നിട്ട് അതിൽ നിന്ന് ഒരു മോഹനാസ്ത്രം നരകാസുരന് നേരെ തൊടുത്തു. മോഹനാസ്ത്രമേറ്റ് നരകാസുരനും ബോധമറ്റ് വീണു. അതിനിടെ അസുരന്റെ ആനപ്പടയും കുതിരപ്പടയും കാലാൾപ്പടയുമൊക്കെ നിരന്നു കഴിഞ്ഞിരുന്നു. തക്കം പാഴാക്കാതെ അവർ കൃഷ്ണനും ഗരുഡനും സത്യഭാമയ്ക്കുമെതിരെ ആഞ്ഞെടുത്തു. പക്ഷേ ശക്തനായ ഗരുഡന്റെ ആക്രമണത്തിൽ ശത്രു സൈന്യത്തിന് പ്രാണനും കൊണ്ട് ഓടേണ്ടി വന്നു. ഭാമയും ഗരുഡനും അസുര സൈന്യത്തെ അപ്പാടെ തുരത്തി. അതിൽ കുറേ പേർ മരിക്കുകയും ശേഷിച്ചവർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. പ്രാഗ് ജ്യോതിഷപുരം ഏതാണ്ട് വിജനമായി. എങ്കിലും നരകാസുരനെ വധിക്കാൻ കൃഷ്ണന് കഴിഞ്ഞില്ല. മോഹാലസ്യപ്പെട്ട നരകാസുരന് ബോധം തെളിഞ്ഞു. കൃഷ്ണനും അല്പം കഴിഞ്ഞപ്പോൾ ബോധം വീണു. നരകാസുരൻ വീണ്ടും കൃഷ്ണനെ നേരിട്ടു. കൃഷ്ണനും വിട്ടില്ല. അതിഘോരമായ മല്ലയുദ്ധം. വിഷ്ണുദേവൻ സമ്മാനിച്ച നാരായണാസ്ത്ര മന്ത്രം അസുരൻ ഉപയോഗിച്ചേക്കുമോ എന്ന് കൃഷ്ണൻ ഭയപ്പെടാതില്ല. അത് പ്രയോഗിച്ചാൽ ആർക്കും അതിനെ തടുക്കാനാവില്ല. നാരായണാസ്ത്രം പ്രയോഗിക്കുന്നതിന് മുമ്പ് നരകാസുരനെ വകവരുത്തില്ലെങ്കിൽ ആപത്താകും. കൃഷ്ണൻ പിന്നീടൊട്ടും വൈകിയില്ല. തൻ്റെ ചക്രായുധമെടുത്ത് നരകാസുരന്റെ നേരെ പ്രയോഗിച്ചു. ഞൊടിയിട കൊണ്ട് അസുരൻ കഷ്ണങ്ങളായി. നരകാസുരവധം കാണാനായി ആകാശത്ത് കൂട്ടം കൂടിയിരുന്ന ദേവഗണങ്ങൾ പുഷ്പവൃഷ്ടി നടത്തി. നരകാസുരന്റെ മക്കളിലൊരുവനായ ഭഗദത്തൻ യുദ്ധസമയത്ത് ഉണ്ടായിരുന്നില്ല. മുത്തശ്ശിയായ ഭൂമിദേവിയുടെ അടുക്കൽ പോയിരിക്കുകയായിരുന്നു ഭഗദത്തൻ. യുദ്ധം അവസാനിച്ചതറിഞ്ഞ ഭൂമിദേവി തൻ്റെ പേരക്കിടാവിനെയും കൂട്ടി പ്രാഗ് ജ്യോതിഷപുരത്തേക്ക് വന്നു. എന്നിട്ട് കൃഷ്ണനെ കണ്ടു പറഞ്ഞു, ദേവാ, ഇത് നരകാസുരന്റെ മകൻ ഭഗദത്തനാണ്. നരകാസുരന്റെ മക്കളിൽ ശേഷിക്കുന്നവൻ ഇവൻ മാത്രമാണ്. അതുകൊണ്ട് ഇവനാണ് അടുത്ത അവകാശി. അങ്ങ് ഇവനെ അനുഗ്രഹിച്ചാലും. തൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച ഭഗദത്തനെ കൃഷ്ണൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോടണച്ച് ആശീർവദിച്ചു. ഭഗദത്തനെ രാജാവാക്കാൻ വേണ്ട ഒരുക്കങ്ങൾ കൃഷ്ണൻ നിർദ്ദേശം നൽകി. ആഡംബരത്തോടെയല്ലെങ്കിലും ഹൃദ്യമായ ഒരു ചടങ്ങിൽ വെച്ച് ഭഗദത്തൻ രാജ്യഭാരമേറ്റു. ധർമ്മിഷ്ഠനും സദാചാരനിരതനുമായിരുന്നു ഭഗദത്തൻ. യുദ്ധത്തെ തുടർന്ന് നാട്ടിൽ നിന്ന് ഓടിയവരൊക്കെ ഭഗദത്തൻ രാജാവായെന്നറിഞ്ഞതോടെ മടങ്ങിയെത്തി. ഭഗദത്തൻ പ്രജാക്ഷേമം മുൻനിർത്തി മാത്രമേ രാജ്യഭരണം നടത്തൂവെന്ന് കൃഷ്ണനോട് പ്രതിജ്ഞ ചെയ്തു. ഭഗദത്തൻ രാജാവായതോടെ തൻ്റെ അച്ഛനായ നരകാസുരൻ തടവിൽ പാർപ്പിച്ചിരുന്ന അതിസുന്ദരിമാരായ 16,000 യുവതികളെ സ്വതന്ത്രരാക്കി. അവർ കൃഷ്ണന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് അനുഗ്രഹത്തിനായി അപേക്ഷിച്ചു. കൃഷ്ണൻ അവരെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, പ്രിയ ശിഷ്യകളെ, നിങ്ങൾ വളരെ ദുരിതം അനുഭവിച്ചവരാണ്. ഇപ്പോൾ നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകാം. പുതിയ രാജാവായ ഭഗദത്തൻ അതിനുവേണ്ടി ഏർപ്പാട് ചെയ്യും. കൃഷ്ണന്റെ നിർദ്ദേശം കേട്ട് ഭഗദത്തൻ പറഞ്ഞു,
എൻ്റെ അച്ഛൻ അങ്ങയോട് ചെയ്ത അപരാധത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്തു സഹായമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ആ സുന്ദരിമാരിൽ ഒരാൾ മുന്നോട്ട് വന്ന് വിനയത്തോടും ആദരവോടും പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാൻ കൃഷ്ണനോട് ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ഇത്രയും കാലം നരകാസുരന്റെ തടവറയിൽ കാലം കഴിച്ച ഞങ്ങളെ ഞങ്ങളുടെ രാജധാനിയിൽ ഇനി സ്വീകരിക്കുകയില്ല. ഞങ്ങൾ അച്ഛനമ്മമാർക്ക് പോലും വേണ്ടാത്തവരാണ്. ഇതൊക്കെ ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല താനും. ഞങ്ങൾക്ക് പോകാൻ ഇനി ഒരിടം ഇല്ല. ഇവിടെ ജീവിക്കാനും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ അങ്ങയുടെ ദാസിമാരായി ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങളെ ദാസിമാരായി സ്വീകരിക്കാൻ അങ്ങേക്ക് ദയവുണ്ടാകണം. ഞങ്ങളെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകാൻ കനിവുണ്ടാകണം. അവരുടെ അപേക്ഷ കേട്ട് കൃഷ്ണന്റെ മനസ്സലിഞ്ഞു. കൃഷ്ണൻ എന്തു വേണമെന്ന അർത്ഥത്തിൽ സത്യഭാമയെ ഒന്ന് നോക്കി. അത് കണ്ടിട്ട് ഭാമ ചോദിച്ചു, എന്തിനു മടിച്ചു നിൽക്കണം? അവരെയും കൂടെ ദ്വാരകയ്ക്ക് കൂട്ടുവോ? പിന്നീട് ഒട്ടും വൈകിയില്ല. യുവതികളെ ദ്വാരകയിലെത്തിക്കാനായി ഭഗദത്തൻ 100 കണക്കിന് രഥങ്ങൾ ഏർപ്പാട് ചെയ്തു. നരകാസുരൻ അപഹരിച്ച് സൂക്ഷിച്ചിരുന്ന അതിരില്ലാത്ത ധനവും അദ്ദേഹം ദ്വാരകയിലേക്ക് കൊടുത്തയച്ചു. ഐരാവതത്തിന്റെ വംശത്തിൽപ്പെട്ട 4 കൊമ്പുകളോട് കൂടിയ 60,000 ആനകളിൽ ഒരെണ്ണത്തിനെ മാത്രം സ്വന്തമാക്കിയിട്ട് ബാക്കിയുള്ളവയെല്ലാം ഭഗദത്തൻ ദ്വാരകയിലേക്ക് അയച്ചു. നരകാസുരൻ അപഹരിച്ച് സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ ദേവന്മാരുടെ വിശിഷ്ട ആഭരണങ്ങളും ഉൾപ്പെട്ടിരുന്നു. അതെല്ലാം കൃഷ്ണൻ പ്രത്യേകം സൂക്ഷിച്ചു. എന്നിട്ട് അവയുമായി കൃഷ്ണൻ ദേവലോകത്തേക്ക് പോയി. ഗരുഡവാഹനത്തിൽ സത്യഭാമയുമായി വരുന്ന കൃഷ്ണനെ കണ്ടിട്ട് ദേവന്മാർ ഓടിയെത്തി. നരകാസുരനെ കൊന്ന് വിജയശ്രീ ലളിതനായി എത്തിയ കൃഷ്ണനെ ദേവന്മാർ ഹൃദ്യമായി സ്വീകരിച്ചു. ദേവലോകത്ത് നിന്ന് നരകാസുരൻ മോഷ്ടിച്ചു കടത്തിയ രത്നങ്ങളും ആഭരണങ്ങളുമൊക്കെ കൃഷ്ണൻ തിരിച്ചേൽപ്പിച്ചു. ഇന്ദ്രനും ദേവന്മാർക്കും വേണ്ടി കൃഷ്ണൻ ഇത്രയധികം സഹായങ്ങൾ ചെയ്തുവെങ്കിലും അവർ കൃഷ്ണനോട് നന്ദി കാട്ടിയില്ലെന്ന് വേണം പറയാൻ. അതിന് കാരണമുണ്ട്. കഥ വിവരിക്കുകയായിരുന്ന ശ്രീശുകൻ പരീക്ഷത്തിനോട് പറഞ്ഞു. കാരണം അറിയാൻ പരീക്ഷിത്ത് താല്പര്യപ്പെട്ടു. അപ്പോൾ ശ്രീശുകൻ തുടർന്നു, ദേവലോകത്ത് നിന്ന് ദ്വാരകയിലേക്ക് മടങ്ങുമ്പോൾ സത്യഭാമയ്ക്ക് ഒരു പാരിജാത ചെടി കൂടെ കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. ഭാമ തന്റെ ആഗ്രഹം കൃഷ്ണനെ അറിയിച്ചു. ഭാമയുടെ ആഗ്രഹമറിഞ്ഞ കൃഷ്ണൻ ഒരു പാരിജാത തൈ പിഴുതെടുത്തു. പക്ഷേ ഇതു കണ്ട ഇന്ദ്രനും കൂട്ടർക്കും സഹിച്ചില്ല. ദേവലോകത്തിലെ സുഗന്ധചെടി ഭൂമിയിൽ കൊണ്ടുപോവുകയോ? ഇന്ദ്രനും മറ്റു ദേവന്മാരും കൃഷ്ണനെ തടുത്തു. പാരിജാത ചെടി ഭൂമിയിൽ കൊണ്ടുപോകാൻ പാടില്ലെന്ന് അവർ ശപിച്ചു. കൃഷ്ണനാവട്ടെ ഭാമയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന വാശിയും. തർക്കം മൂത്ത് കയ്യേറ്റമായി കൃഷ്ണൻ എല്ലാവരെയും തോൽപ്പിച്ച് പാരിജാതവുമായി ദ്വാരകയിലേക്ക് പോന്നു. ദ്വാരകയിലെത്തിയ സത്യഭാമ ദേവലോകത്തിൽ നിന്ന് കൊണ്ടുവന്ന പാരിജാത തൈ കൊട്ടാര വളപ്പിനുള്ളിൽ നട്ടു പരിചരിച്ചു. അങ്ങനെ ഭൂമിയിൽ ആദ്യമായി പാരിജാതം വളർന്നു പൂത്തു. ദേവലോകത്ത് നിന്ന് കൃഷ്ണൻ ദ്വാരകയിലെത്തിയതിനു മുൻപ് തന്നെ പ്രാഗ്ജ്യോതിഷപുരിയിൽ നിന്ന് യുവതികൾ എത്തിയിരുന്നു. ഇത്രയധികം യുവതികൾ എവിടെ നിന്നാണെന്ന് വസുദേവനും അമ്മയും അമ്പരന്ന് നിൽക്കുമ്പോഴാണ് കൃഷ്ണന്റെ വരവ്. കൃഷ്ണനെ കണ്ടിട്ട് അമ്മ ചോദിച്ചു, ഒരു യാത്ര കഴിഞ്ഞെത്തിയതോടെ 10,000-കണക്കിനാണല്ലോ സുന്ദരിമാർ ദ്വാരകയിലെത്തിയിരിക്കുന്നത്. ഇതെന്താ കൃഷ്ണ ഇങ്ങനെ? കൃഷ്ണൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു, അമ്മേ, ഇവരെല്ലാം നരകാസുരന്റെ തടവുകാരായിരുന്നു. നരകാസുരൻ കൊല്ലപ്പെട്ടതോടെ അവർ സ്വതന്ത്രരായി. പക്ഷേ അവരെ അവരുടെ അച്ഛനമ്മമാർ സ്വീകരിക്കില്ല പോലും. അപ്പോൾ പിന്നെ ആരെങ്കിലും സ്വീകരിക്കണ്ടേ? അവരാണെങ്കിൽ എൻ്റെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നവരും. എനിക്കാവട്ടെ അവരെ അനാഥരാക്കി പോകാനും തോന്നിയില്ല. അങ്ങനെയാണ് ഇവരോടെല്ലാം ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. അമ്മയ്ക്കും അച്ഛനും അതിൽ വിരോധമുണ്ടാവാനിടയില്ലെന്നും എനിക്ക് തോന്നി. വിരോധമോ? എന്തിന്? ആരും സഹായത്തിനില്ലാത്ത പാവം കുട്ടികളെ സഹായിക്കുന്നതിൽ ഞങ്ങൾക്കെന്ത് വിരോധം? എന്തായാലും നീ ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷേ ഇവർ ഇവിടെ ആരുമില്ലാതെ കഴിയുന്നതെങ്ങനെ? അമ്മ ചോദിച്ചു. അമ്മയുടെ ചോദ്യം കൃഷ്ണന് മനസ്സിലാകാതെയല്ല, എങ്കിലും ചോദിച്ചു, ആരുമില്ലാതെ കഴിയുമെന്നോ? ഞങ്ങളൊക്കെ ഇവിടെയില്ലേ? അതല്ല, ഇവർക്ക് ഭർത്താവായി ആരുമില്ലാതെ? ഒരു കാര്യം ചെയ്യൂ, നീ തന്നെ അവരെയും വിവാഹം ചെയ്തോളൂ. അപ്പോൾ പിന്നെ അവരുടെ ജന്മവും ജീവിതവും നിഷ്ഫലമാവില്ലല്ലോ. അമ്മ കൃഷ്ണനെ ഉപദേശിച്ചു. 16,008 ഭാര്യമാരുടെ നാഥനാവുക എന്നതു തന്നെ കൃഷ്ണന്റെ അമാനുഷത്വമാണ് വ്യക്തമാക്കുന്നതെന്ന് ദ്വാരകവാസികൾ മനസ്സിലാക്കിയിരുന്നു. ഭാര്യമാരിൽ ആർക്കും അതൃപ്തിയും അസന്തുഷ്ടിയും തോന്നിയിരുന്നതേയില്ല. കാരണം എല്ലാ ഭാര്യമാർക്കും എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സാമീപ്യം അനുഭവപ്പെട്ടിരുന്നു. ഓരോരുത്തർക്കും കൃഷ്ണൻ അവരോടൊപ്പമാണെന്ന് തോന്നിയിരുന്നു. സഹോദരിയായ രുക്മിണിയെ കൂടാതെ കുന്തിനത്തിലേക്ക് മടങ്ങില്ലെന്ന് പ്രതിജ്ഞയെടുത്തിരുന്ന രുക്മി അത് പാലിക്കുക തന്നെ ചെയ്തു. രുക്മി ഭോജകടം എന്ന നഗരം നിർമ്മിച്ച് അവിടെ തന്നെ കഴിഞ്ഞുകൂടി.
അതിനിടെ അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു. രുക്മാവതി എന്നായിരുന്നു അവളുടെ പേര്. അതീവ സുന്ദരി, സൗന്ദര്യത്തെ പോലെ തന്നെ സ്വഭാവവും. അവളുടെ വിവാഹപ്രായം എത്തിയപ്പോൾ രുക്മി സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. അപ്പോഴാണ് തൻ്റെ മകൾ കൃഷ്ണന്റെ മകനായ പ്രത്യുപ്തനുമായി പ്രേമത്തിലാണെന്ന് രുക്മി അറിഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നതെങ്ങനെ? തന്നെ ആക്രമിച്ച് അധിക്ഷേപിച്ചു വിട്ട കൃഷ്ണന്റെ മകനെ എങ്ങനെയാണ് തൻ്റെ മകളെ നൽകുക? രുക്മി ആകെ ആശയക്കുഴപ്പത്തിലായി. അതുമല്ല, സ്വയംവരത്തിൽ പങ്കെടുക്കാനെത്തുന്ന മറ്റു രാജാക്കന്മാർ മകൾക്ക് ഒരു കാമുകൻ ഉണ്ടെന്നറിഞ്ഞാലുള്ള അപമാനമോ? ഓരോരോ ആലോചനയിൽപ്പെട്ട് രുക്മിയുടെ മനസ്സ് നീറി. പക്ഷേ പെട്ടെന്നാണ് രുക്മിയുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരി രുക്മിണിയുടെ മകനാണ് പ്രത്യുപ്തൻ. അവൻ എനിക്കൊരു അന്യനെയല്ല, സ്വന്തം മരുമകനാണവൻ. പോരെങ്കിലോ ധീരനും സുന്ദരനും സുശീലനും. അങ്ങനെയുള്ള പ്രത്യുപ്തനെ രുക്മാവതിക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അവളുടെ ഇഷ്ടത്തിനൊത്ത് വിവാഹം നടത്തിക്കൊടുക്കുകയല്ലേ വേണ്ടത്? ഇക്കാര്യത്തെക്കുറിച്ച് രുക്മി തൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി ആലോചിച്ചു. അവരും രുക്മാവതിയും പ്രത്യുപ്തനും തമ്മിലുള്ള വിവാഹത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും മറ്റൊരു പ്രശ്നം. രുക്മാവതിയുടെ വിവാഹകാര്യവുമായി അയൽ രാജാക്കന്മാരായ സുഹൃത്തുക്കളെയും മറ്റും രുക്മി നേരത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെയാണ് അവരുടെ മുഖത്ത് നോക്കുക? പ്രത്യുപ്തനോട് പ്രേമം ഉണ്ടായിരുന്ന മകളെ തങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ രുക്മി ശ്രമിച്ചതായി ആ രാജാക്കന്മാർ ധരിക്കില്ലേ? ഒടുവിൽ രുക്മി ഒരു തീരുമാനത്തിലെത്തി. മകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരനെ അവൾ സ്വയം വരിച്ചു കൊള്ളട്ടെ. അങ്ങനെ രുക്മാവതിയുടെ സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങളായി. സ്വയംവരം വിളംബരം ചെയ്യപ്പെട്ടു. അയൽ രാജാക്കന്മാരും മറ്റു പ്രമുഖരും സ്വയംവരത്തിനെത്തി. സ്വയംവര പന്തലിൽ രാജകുമാരന്മാർ ഉപവിഷ്ടരായി. രുക്മാവതി സ്വയംവര മാല്യവുമായി പന്തലിലേക്ക് പ്രവേശിച്ചു. രുക്മാവതിയുടെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യം കണ്ടപ്പോൾ ഓരോ രാജാക്കന്മാരും അവൾ തൻ്റേതായെങ്കിൽ എന്ന് ആശിച്ചു പോയി. രുക്മാവതിയെ തോഴിമാർ ഓരോ രാജാക്കന്മാരുടെയും മുന്നിലേക്ക് ആനയിച്ചു. അവളുടെ ഗുണഗണങ്ങൾ വിവരിച്ചു. പക്ഷേ രുക്മാവതി ഓരോരുത്തരെയും തഴഞ്ഞ് അടുത്തയാളുടെ മുന്നിലേക്ക് നടന്നു നീങ്ങി. ഇത്തരത്തിൽ അവൾ ഒട്ടേറെ രാജാക്കന്മാരെ നിരാശരാക്കി. രുക്മാവതിയുടെ സ്വയംവര വാർത്ത അല്പം വൈകിയാണ് പ്രത്യുപ്തന്റെ ചെവിയിൽപ്പെട്ടത്. അറിഞ്ഞ ഉടനെ തന്നെ പ്രത്യുപ്തൻ ഭോജകടത്തിലേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ വരണമാലയുമായി സ്വയംവര പന്തലിൽ നിൽക്കുന്ന രുക്മാവതിയാണ് പ്രത്യുപ്തൻ കണ്ടത്. താൻ ഇഷ്ടപ്പെടുന്നവളും തന്നെ ഇഷ്ടപ്പെടുന്നവളുമായ രുക്മാവതി വരണമാലയുമായി മറ്റു രാജാക്കന്മാരുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രത്യുപ്തന് തീരെ സഹിച്ചില്ല. പ്രത്യുപ്തൻ ഓടിച്ചെന്ന് രുക്മാവതിയുടെ കൈക്ക് പിടിച്ച് സ്വയംവര പന്തലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. തുടർന്ന് അവിടെ ആകെ ബഹളമായി. പ്രത്യുപ്തൻ രുക്മാവതിയെ തൻ്റെ തേരിൽ കയറ്റി. അതോടെ മറ്റു രാജാക്കന്മാർ സംഘം ചേർന്ന് പ്രത്യുപ്തനെ എതിർത്ത് രുക്മാവതിയെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഉഗ്രമായ പോരാട്ടത്തിൽ പ്രത്യുപ്തൻ മറ്റുള്ളവരെ തുരത്തി. പ്രത്യുപ്തൻ രുക്മാവതിയെയും കൊണ്ട് ദ്വാരകയിലേക്ക് പോയി. രുക്മി ആവട്ടെ ഇതെല്ലാം കണ്ടിട്ടും പ്രത്യുപ്തനെ എതിർക്കാൻ കൂട്ടാക്കിയില്ല. തന്ത്രപൂർവ്വം അവിടെ നിന്ന് മാറിക്കളയുകയാണ് ചെയ്തത്. ദ്വാരകയിലെത്തിയ പ്രത്യുപ്തന്റെയും രുക്മാവതിയുടെയും വിവാഹം കൃഷ്ണൻ ആഘോഷപൂർവ്വം കൊണ്ടാടി. കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. അച്ഛനെയും മുത്തച്ഛനെയും പോലെ സുന്ദരനും കുസൃതി കുടുക്കിയുമായ ഒരു കുട്ടി അനിരുദ്ധൻ. ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നാളെ കേൾക്കാം.